10th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, അതായത് ആന്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ടതാണ് 10th ഷെഡ്യൂൾ. നിങ്ങൾ ഓൾറെഡി ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വാർത്തയിൽ വരാൻ കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അവിടെ ഈ ഒരു പാർട്ടിയുടെ സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ശിവസേനയുടെ സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്പീക്കറുടെ തീരുമാനം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇപ്പോൾ 10th ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചുള്ള ഒരു ഏരിയ ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു 10th ഷെഡ്യൂൾ എന്ന് നോക്കാം. അപ്പോൾ 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി 1960കളിലും 70കളിലും ഒക്കെ ഒരുപാട് ഡിഫെക്ഷൻസ് ഉണ്ടായിരുന്നു. എന്താ ഈ ഡിഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് ഞാൻ MLA-യോ MP-യോ ആയി മാറും. പക്ഷേ ബി എന്ന് പറയുന്ന പാർട്ടി പറയുകയാണ്, നിങ്ങൾ നമ്മളപ്പുറം വാ, നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരാം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം തരാമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഈ MLA എന്ത് ചെയ്യും, നേരെ ബി എന്ന് പറയുന്ന പാർട്ടിയിൽ പോയിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അവർ ജയിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന പാർട്ടിയിലാണ്, പക്ഷെ അവർ പിന്നെ ജയിച്ചതിന് ശേഷം ബി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് മാറും. ഇതിനെയാണ് ഡിഫെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറയാ കൂറുമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 1960കളിലും 70കളിലും വളരെയധികം ഉണ്ടായിരുന്ന കുതിര കച്ചവടം എന്നൊക്കെ പറയുന്ന ഹോഴ്സ് ട്രേഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ ഒരു സംഭവത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിന്റെ ലെജിസ്ലേച്ചറിൽ 140 സീറ്റാണ്. അപ്പൊ ഇലക്ഷൻ നടന്നപ്പോൾ എ എന്ന് പറയുന്ന പാർട്ടിക്ക് 78 സീറ്റ് കിട്ടി, മറ്റേ പാർട്ടിക്ക് 62 സീറ്റ് കിട്ടി. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എ എന്ന് പറയുന്ന പാർട്ടിയാണ് ഭരിക്കുക. അപ്പൊ ബി എന്ന് പറയുന്ന പാർട്ടി ഈ പാർട്ടിയിലുള്ള ഒരു 10 MLA-മാരോട് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, നിങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മന്ത്രിസ്ഥാനം തരാം. അപ്പൊ ഇവിടുന്ന് 10 MLA-മാര് പോയി കഴിഞ്ഞാൽ 78 എന്നുള്ളത് 68ആയി. ആ 10 MLA-മാർ ഇടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 62 എന്നുള്ളത് 72ആയി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും. ഈ MLA-മാർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയ മന്ത്രിസഭ ബി എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാകും. ഇങ്ങനെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, ഒരു ഗവൺമെന്റും നിലനിൽക്കാത്ത അവസ്ഥ. അപ്പൊ ഈ ഒരു അവസ്ഥയെ അഡ്രസ് ചെയ്യാനാണ് കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഭരണഘടനയിലെ ഭേദഗതിയായിട്ട് 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ ഇത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഭരണഘടനയിലെ 10th ഷെഡ്യൂൾ ആയിട്ടാണ് ഇത് കൂട്ടിച്ചേർത്തുള്ളത്. 1985 രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ ഒരു ഡിഫെക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ ജയിച്ചു വന്ന ഒരാള് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുവോ അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചിട്ട് മറ്റൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ MP സ്ഥാനത്ത് നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. ഇതാണ് ആന്റി ഡിഫെക്ഷൻ ലോ പറയുന്നതായിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിപ്പ്, ഓരോ പാർട്ടിക്കും ഓരോ സഭയിൽ ഒരു വിപ്പ് ഉണ്ടാവും. വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്ന ആള്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് സഭയിൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ വോട്ട് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഈ വിപ്പാണ് ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജിസ്ലേച്ചർ പാർട്ടിയിലെ ഒരു മെമ്പർ ആയിരിക്കും. അദ്ദേഹത്തെയാണ് പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഒഫീഷ്യൽ ആയിട്ട് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് സഭയിലെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ വിപ്പാണ് ഇപ്പൊ എ എന്ന് പറയുന്ന പാർട്ടിയിലെ MLA-മാരോട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പാർട്ടി അപ്പോയിന്റ് ചെയ്യുന്ന വിപ്പായിരിക്കും. ഈ വിപ്പ് എന്ന് പറയുന്നത് ഒരു MLA ആയിരിക്കും. അദ്ദേഹമായിരിക്കും ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കുക, നിങ്ങൾ ഈ വരുന്ന ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ബില്ലിന് നിങ്ങൾ പ്രതികൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് ഡയറക്ഷൻ കൊടുക്കുക. അപ്പൊ വിപ്പിന്റെ ഡയറക്ഷൻ പാലിക്കുന്നില്ലെങ്കിലും എന്താ സംഭവിക്കുക, ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാകാം എന്ന് കൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നതായിട്ടുള്ളത് ആ ഒരു എൻറ്റയർ ഓർഗനൈസേഷൻ ആണ്. ആ ഒരു ലെജിസ്ലേച്ചറുടെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണെങ്കിൽ, ലെജിസ്ലേച്ചർ പാർട്ടി എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറിന്റെ അകത്തുള്ള ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ മെമ്പേഴ്സ് ആണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതായിരുന്നു. അപ്പോൾ 10th ഷെഡ്യൂള് ആക്ച്വലി ഈ ഡിസ്ക്വാളിഫിക്കേഷന് 2 എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 2 എക്സെപ്ഷൻസ് ആണ് പലപ്പോഴും ഇന്ന് അതിന്റെ ഒരു ലൂപ്പ് ഹോൾ ആയിട്ട് കരുതപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുന്നതിന്. അതിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലെജിസ്ലേച്ചർ ഒരു പാർട്ടി ഉണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു 33 MLA-മാരുണ്ട് എന്ന് വിചാരിച്ചോ. ഈ പാർട്ടി നാളെ സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പൊ സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ഓർത്തു വെക്കുക, സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1/3 മെമ്പേഴ്സ് ആണ് ഒന്നിച്ച് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഡിഫെക്ഷന്റെ പരിധിയിൽ വരൂല. അതായത് 1/3 മെമ്പർമാര് സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ അത് ഡിഫെക്ഷന്റെ പരിധിയിൽ വരൂല, അവർക്ക് ഒരു സെപ്പറേറ്റ് പാർട്ടി ആയിട്ട് നിൽക്കാം എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് എന്ന് പറയുന്നത് മെർജറുമായി ബന്ധപ്പെട്ടതാണ്.
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുടെ 2/3 വിഭാഗം ആൾക്കാരെ മറ്റൊരു പാർട്ടിയായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണ്, അതും ഡിഫെക്ഷന്റെ പരിധിയിൽ വരില്ല എന്നോട് ഓർത്തുക. അതായത് 1/3 മെമ്പേഴ്സ് മറ്റേ സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഡിഫെക്ഷന്റെ പരിധിയിൽ വരില്ല. 2/3 മെമ്പേഴ്സ് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ പാർട്ടിയായിട്ട് ജോയിൻ ചെയ്യുന്നതും ഡിഫെക്ഷന്റെ പരിധിയിൽ വരില്ല എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. എങ്ങനെ അതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ലൂപ്പ് ഹോൾസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തുവെക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ആക്ച്വലി ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് 2/3 മെമ്പേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവമാണ് നമുക്കിപ്പോൾ മഹാരാഷ്ട്രയിലും കാണാൻ വേണ്ടി പറ്റുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ആദ്യമായിട്ട് സംഭവിക്കുന്നത് 2019 രാജസ്ഥാനിലാണ്. അതായത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ, അതായത് BSP എന്ന് പറയുന്ന പാർട്ടിക്ക് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 6 MLA-മാരാണ് ഉണ്ടായിരുന്നത്. ഈ 6 MLA-മാരും പോയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക, 100% MLA-മാർ വേറൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്തു. സ്വാഭാവികമായിട്ടും ആ MLA-മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി ഗോവയിൽ ആകെ 11 കോൺഗ്രസിന്റെ MLA-മാരുണ്ടായിരുന്നെങ്കിൽ ആ 11 MLA-മാരിൽ 8 പേര് പോയിട്ട് BJP-യിൽ ജോയിൻ ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം 11ന്റെ ആവുമ്പോൾ 2/3 അധികം വന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും അവര് കോൺഗ്രസ് നിന്ന് BJP പോയി ജോയിൻ ചെയ്തു. പക്ഷെ ആന്റി ഡിഫെക്ഷൻ ലോയുടെ പരിധിയിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ, അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയിലെ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആന്റി ഡിഫെക്ഷൻ ലോയിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്ന ആവശ്യം കുറെ കാലമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച വിഷയം കൈകാര്യം ചെയ്യാനുള്ള അധികാരം സ്പീക്കർ ഓഫ് ദി ഹൗസിലാണ്. അതായത് പാർലമെന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ലോകസഭയിലാണെങ്കിൽ ലോകസഭാ സ്പീക്കർക്കാണ്, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാനാണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാണെങ്കിൽ അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറിനാണ് എന്നുകൂടി ഓർത്തുവെക്കുന്നത്. അപ്പൊ സ്പീക്കർ ഈ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റോളാണ്, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്ന് ചെയ്യണം എന്നൊക്കെയാണ് ഐഡിയ എങ്കിലും സ്പീക്കർ എന്ന് പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണുണ്ടാവുക മിക്കവാറും, അല്ലെങ്കിൽ ഭരിക്കുന്ന മുന്നണിയുടെ ആളാണുണ്ടാവുക. സ്വാഭാവികമായിട്ടും റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമായിട്ടായിരിക്കും അവിടെ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആന്റി ഡിഫെക്ഷൻ ലോയുടെ മറ്റൊരു ലൂപ്പ് ഹോൾ ആയിട്ട് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് 2020 KM സിംഗ് വേഴ്സസ് സ്പീക്കർ ഓഫ് മണിപ്പൂർ കേസിലെ പാർലമെന്റിനോട് പ്രത്യേകിച്ചും ഈ ഒരു അധികാരം ഒരു ഇൻഡിപെൻഡന്റ് ട്രൈബ്യൂണലിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട് ഉണ്ട്. പ്രത്യേകിച്ചും ആന്റി ഡിഫെക്ഷൻ ലോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് ഓർത്തുക. അപ്പൊ മഹാരാഷ്ട്രയിൽ ഉണ്ടായ വിഷയം നോക്കാം. ആക്ച്വലി 2022 ജൂണിലാണ് ശിവസേന എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിരുന്നു. ശിവസേന എന്ന് പറഞ്ഞ പാർട്ടിക്ക് 55 MLA-മാരുണ്ടായിരുന്നത്. അത് സ്പ്ലിറ്റായി. ഒരു ഭാഗത്ത് 37 MLA-മാരായി. ഈ ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്തുള്ള 37 MLA-മാര് അവരാണ് ഒറിജിനൽ ശിവസേന എന്ന് വിളിച്ചു. അതായത് 55-ന്ന് 37 പോയി, ബാക്കി 15 പേര്. ഓക്കെ, 40 50 15 അല്ല 15 52 18 പേര്. ഓക്കെ, ബാക്കി 18 പേര് ഇപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 55-ന്ന് 37 പേര് സ്പ്ലിറ്റ് ആയിട്ട് അവർ പറഞ്ഞു അവരാണ് ഒറിജിനൽ ശിവസേന എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവര് വിപ്പായിട്ട് ഭാരത് ഗോഗവാലെ എന്ന് പറയുന്ന ഒരാളെ അവരുടെ വിപ്പായിട്ടും വെച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി, ഇവിടെ പാർട്ടി രണ്ടായി. ഒറിജിനൽ പാർട്ടിയിൽ നിന്ന് 37 ആൾക്കാർ മാറിയിട്ട് പറഞ്ഞു അവരാണ് ഒറിജിനൽ പാർട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 18 പേരുടെ ആളുടേതാണ് സുനിൽ പ്രഭു എന്ന് പറഞ്ഞിട്ടാണ് വിപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ആക്ച്വലി ഇവിടെ ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ പിന്നെ ഏതാണ് ഒറിജിനൽ പാർട്ടി എന്നുള്ളതാണ് ഡിസ്പ്യൂട്ട് വന്നത്. അപ്പോൾ ഇതില് 2 പേരും ഏക്നാഥ് ഷിൻഡെയുടേതിനെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മറ്റേ UBT ഫാക്ഷനും അതേ സമയത്ത് തിരിച്ചും ഫയൽ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം സ്പീക്കർ പരിശോധിച്ചിട്ട് പറഞ്ഞു 1999 ആ പാർട്ടിയുടെ ഭരണഘടന പ്രകാരം ഷിൻഡെ ഫാക്ഷൻ ആണ് കൂടുതൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്, കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതാണ് ഒറിജിനൽ പാർട്ടി എന്നുള്ളതാണ് അവരുടെ ഭരണഘടന, ആ പാർട്ടിയുടെ ഭരണഘടന പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷിൻഡെ ഫാക്ഷന്റെ MLA-മാരെ അല്ലെങ്കിൽ ഷിൻഡെ ഫാക്ഷന്റെ കൂടെയുള്ള MLA-മാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കർ പറഞ്ഞു ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം അവരാണ് ഒറിജിനൽ ആളുള്ളത്. അതേസമയത്ത് ഇപ്പുറത്തെ സൈഡിലുള്ള UBT-യിലുള്ള 14 ആൾക്കാരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവരെയും ചെയ്യാൻ പറ്റില്ല, കാരണം അവര് മാറി നിന്നതിന് അവർക്ക് വിപ്പ് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തതായിട്ട് ഫിസിക്കൽ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് അവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരാളെയും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയമാണ് ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു വിഷയമാണ് ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നതെന്നും കൂടെ ഓർത്തു വയ്ക്കേണ്ടതായിട്ട്
സോറി ഒന്ന് ഡിസ്കണക്ട് ആയി. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിൽ 10th ഷെഡ്യൂളിന് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിനെന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള റീഫോംസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള റീഫോംസ്, 10th ഷെഡ്യൂളിന്റെ റീഫോംസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1971 സാദിഖ് അലി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേസിൽ തന്നെ ഏത് പാർട്ടിയാണ്, ഒരു പാർട്ടി സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഏതാണ് ഒറിജിനൽ ഫാക്ഷൻ എന്നതിനെ സംബന്ധിക്കുന്ന തീരുമാനം ഇലക്ഷൻ കമ്മീഷന് അധികാരം കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്ത് വെക്കുക, ഇത് ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നതിന് മുന്നെയാണ് എന്നുകൂടി ഓർത്ത് വെക്കണമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഇന്നർ പാർട്ടി ഡെമോക്രസിനെ റിഫ്ലക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ഗ്രൂപ്പുകൾ ഏതാണ് ഒറിജിനൽ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ അകത്തുള്ള അവരുടെ ഭരണഘടന പ്രകാരമാണ് ഇത് ശരിക്കും തീരുമാനിക്കേണ്ടത്. പക്ഷെ പല പാർട്ടികൾക്കും ഈ ഭരണഘടന അവരുടേതായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഭരണഘടന ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിലേക്ക് വരുന്നത്. ഇപ്പൊ 2023 ഈ ഒരു ഇലക്ഷൻ ഏകനാഥ് ഷിൻഡെ ഫാക്ഷൻ എന്ന് പറയുന്നത് റിയൽ ശിവസേനയാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, ഇപ്പോൾ സ്പീക്കറുടെ തീരുമാനം വന്നിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സുപ്രീം കോടതി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രൈബ്യൂണൽ ഇത്തരം വിഷയങ്ങളിൽ വെക്കണം, 10th ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കൺസേൺസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്ന് പറഞ്ഞത് അത് വളരെ അത്യാവശ്യമാണ്. കാരണം സ്പീക്കറുടെ തീരുമാനങ്ങൾ നമുക്ക് എപ്പോഴും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്പീക്കർ ന്യൂട്രൽ ആയിട്ടല്ല പെരുമാറുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു ഡെമോക്രസി എന്നതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇന്റേണൽ ആയിട്ടുള്ള ഭരണഘടന ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് 10th ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 10th ഷെഡ്യൂളിൽ റീഫോംസ് ആവശ്യമാണ്. അത് ഒരു ഇൻഡിപെൻഡന്റ് ട്രൈബ്യൂണലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് ഒരു സജഷൻ ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ക്ലോസ് മോണിറ്ററിംഗ് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്.